പിണറായി വിജയൻ തന്നെ മന്ത്രിയായിട്ട് വരണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്ന് പറഞ്ഞാൽ നല്ല പെൻഷൻ കിട്ടുന്നു, നല്ല റോഡായി, എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ട് ഇപ്പോൾ. അതെ, എം എം മണിയുടെ ആ ഒരു ഗ്രേസ് എന്തായാലും കാണല്ല, അത് ഉറപ്പാണ്, 100% ഉറപ്പായിട്ടുള്ളത്. തുടർ ഭരണം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. വിവാദം നമ്മൾ UDF വോട്ട് ചെയ്ത് ആര് മുഖ്യമന്ത്രിയാവും? അവർ തമ്മിൽ തല്ലില്ല. അങ്ങനെയുള്ള ഒരു പ്രതിപക്ഷത്തിന് നമ്മൾ എങ്ങനെ വോട്ട് ചെയ്യും? അപ്പോൾ അതുപോലെ വികസനം കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം പാർട്ടി ഒന്നും നോക്കുന്നില്ല, അത് തന്നെ പറയണം, LDF തന്നെ പറയണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കേരളം മൊത്തത്തിൽ നോക്കിയാൽ ഒരു ഭരണമാറ്റ സാധ്യത ഭരണമാറ്റ സാധ്യതയുണ്ടല്ലോ. UDF അനുകൂലമായ ഒരു ലക്ഷണമാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ LDF നിന്ന് ഒത്തിരി നേതാക്കന്മാരുടെ മാറ്റമൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. നല്ല രീതിയിൽ ശോഭിച്ചിട്ടുണ്ട്. പക്ഷേ ശൈല ടീച്ചറിൻ്റെ അത്രയാകാൻ അവരെ കൊണ്ട് കഴിയത്തുള്ളൂ. നമ്മളൊന്നും അല്ലെന്ന് കാണുന്നെങ്കിലും അതൊക്കെ ഏറെക്കുറെ ഒരു പ്രശ്നം തന്നെയാണ്. എന്നുവെച്ചാൽ ഒന്നും അല്ലെന്ന് തള്ളിക്കളഞ്ഞ പല ആൾക്കാരും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ജ്യോതിമ ഉണ്ടായിരുന്നു, MP രാഘവൻ, PL സുധാകരൻ, അങ്ങനെയൊക്കെ വന്നിട്ടുമ്പോഴത്തേന് സ്ഥലമായിട്ടൊന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല. നമസ്കാരം. മറുനാടൻ ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് ഉടുമ്പൻചോല മണ്ഡലത്തിലാണ്. തൻ്റെ നാക്ക് കാരണം എപ്പോഴും വിവാദങ്ങളിൽ ചെന്ന് ചാടുന്ന എം എം മണിയുടെ സ്വന്തം മണ്ഡലം. കാലങ്ങളായി ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്ന മണ്ഡലം കൂടിയാണ് ഉടുമ്പൻചോല. എന്നാൽ ഈ വർഷം ഇവിടുത്തെ ജനങ്ങൾ ആർക്കൊപ്പമായിരിക്കും? ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ആർക്ക് വിജയസാധ്യത ഉടുമ്പൻചോല താലൂക്കിനെ സംബന്ധിച്ച് ഇപ്പം മണിയാശാനായിരുന്നെങ്കിൽ അതിന് തർക്കമില്ലായിരുന്നു, ഒരു വിജയസാധ്യത കൂടുതലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥി വളരെ ശക്തനാണ്. പിന്നെ വേറൊരു UDF അനുകൂലമായൊരു ലക്ഷണം പോലെ എനിക്ക് കാണുന്നത്. പിന്നെ ജയചന്ദ്രൻ സാർ നേരത്തെ 10 വർഷം നിന്നിട്ടുണ്ടായിരുന്നെങ്കിലും മണിയാശാൻ്റെ അത്രയും തന്നെ ആള് അല്ല എന്നുള്ളതാണ്. എനിക്ക് UDF ഒരു സാധ്യതയാണ് കാണുന്നത് ഇവിടെ. കേരളം മൊത്തത്തിൽ നോക്കിയാൽ ഒരു ഭരണമാറ്റ സാധ്യത ഭരണമാറ്റ സാധ്യതയുണ്ടല്ലോ. UDF അനുകൂലമായ ഒരു ലക്ഷണമാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ LDF നിന്ന് ഒത്തിരി നേതാക്കന്മാരുടെ മാറ്റമൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. നമ്മളൊന്നും അല്ലെന്ന് കാണുന്നെങ്കിലും അതൊക്കെ ഏറെക്കുറെ ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ കൂടെ അങ്ങനെ പോയില്ല. സ്ഥാനാർത്ഥികളൊക്കെ വന്നോ? ഇല്ലില്ല, ഇതുവരെയും വന്നില്ല. മണിയാശാന്റെ അത്രയും ഇതുണ്ടോ? ഇല്ല, മണിയാശാനായിരുന്നു ഇച്ചിരൂടെ ബെറ്റർ. അങ്ങനെ പറഞ്ഞാലും നല്ലതല്ലേ സംസാരിക്കുമ്പോഴേ. സാഹചര്യത്തിൽ ഇപ്പോൾ ഉള്ള ഒരു ഭരണമാറ്റം ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? ഉണ്ടാകാം. വിവാദങ്ങളൊക്കെ ഗവൺമെന്റിനെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചതായിട്ട് വിവാദങ്ങളുണ്ടാകും. അതൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ അതിനനുസരിച്ച് ചെയ്യും. അത്രേ ഉള്ളൂ. ഇവിടെ കമ്മ്യൂണിസ്റ്റ് തന്നെ വരും. എന്താ അങ്ങനെ അവര് തന്നെ വീണ്ടും വരുമെന്ന് തോന്നാനുള്ള കാര്യം എന്താ? നല്ല ഭരണമാണ്. കുഴപ്പമില്ല. ഇവിടെ ഭൂരിപക്ഷം നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് കൂടുതൽ. എൻ്റെ അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് തന്നെ, LDF വരുമെന്നാണ്. പിണറായി വിജയൻ തന്നെ മന്ത്രിയായിട്ട് വരണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്ന് പറഞ്ഞാൽ നല്ല പെൻഷൻ കിട്ടുന്നു, നല്ല റോഡായി, എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ട് ഇപ്പോൾ. അപ്പം ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ പ്രതിപക്ഷം അവരത് ഉന്നയിക്കണമല്ലോ, അവരുടേതാ അവർ ഉന്നയിക്കണം. ഇപ്പോൾ LDF ഭരണം ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ 600 കിടന്ന പെൻഷനൊക്കെ ഇപ്പോൾ 2000 എത്തിച്ചു തരിക. അതുപോലെ വഴി, റോഡ്, ഞങ്ങളുടെയൊക്കെ 4-5 വീടുള്ള റോഡ് പോലും ക്ലീൻ ചെയ്തു തന്നു. 4-5 വീടുകളേ ഉള്ളൂ, അതുപോലും ടാർട്ട് തന്നു. അപ്പോൾ അതുപോലെ വികസനം കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം പാർട്ടി ഒന്നും നോക്കുന്നില്ല, അത് തന്നെ പറയണം, LDF തന്നെ പറയണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ LDF തന്നെ പറയണം, ഭരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പം LDF ഒരു പിന്തുണയായിട്ട് നമ്മൾ ഇങ്ങനെ പോകാമെന്ന് ഓർത്തിരിക്കുന്നത്. ഇനിയും പുരോഗമനങ്ങൾ ഉണ്ടാകട്ടെ. അതെ, വിവാദം നമ്മൾ UDF വോട്ട് ചെയ്ത് ആര് മുഖ്യമന്ത്രിയാവും? അവർ തമ്മിൽ തല്ലില്ലേ. അങ്ങനെയുള്ള ഒരു പ്രതിപക്ഷത്തിന് നമ്മൾ എങ്ങനെ വോട്ട് ചെയ്യും? സത്യസന്ധമായിട്ട് UDF അധികാരി വരട്ടെ, വന്നാൽ ആര് മുഖ്യമന്ത്രിയാവും? ഇവർക്ക് തീരുമാനമുണ്ടോ? ഒരു പാർട്ടി എന്ന് പറയുന്നത്, ഒരു സംവിധാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ലീഡർഷിപ്പ് വേണം. അതില്ലാത്തൊരു പ്രസ്ഥാനത്തിനെതിരെ നമ്മളെന്തിനാദിക്കുന്നത്? അവർക്ക് UDF അധികാരത്തിൽ വന്നാൽ ആര് മുഖ്യമന്ത്രിയാവും? 6 മാസമെങ്കിലും ആണോ ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാൻ? ഇതാകുമ്പോൾ LDF ജയിക്കട്ടെ, ഞങ്ങളുടെ ആഗ്രഹമാണ്. മാധ്യമങ്ങളും എല്ലാ മാധ്യമങ്ങളും ഈ ബാലഗ്രാമിലെ റോഡുകൾ കണ്ടതാണ്. LDF വന്നതിന് ശേഷമാണ് ഈ റോഡുകൾ വന്നത്.
കേരളം നല്ല മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയമായിട്ട് അവർ പറയുന്നു അങ്ങനെ നടന്നില്ല എന്ന് പറയുന്നു, അത് നമ്മൾ അംഗീകരിച്ചു. അവർ 10 വർഷം 5 വർഷം ഭരിക്കട്ടെ. ആറന്മുളയിൽ നിന്ന് ജയിച്ചു പോയ വീണ ജോർജ് മന്ത്രിയായി. ഒരിക്കലും ഒരു മന്ത്രി അവിടെ പോയി ഓപ്പറേഷൻ ചെയ്യത്തില്ല. അത് ഡോക്ടർമാരുടെ കഴിവുകളാണ്. അതിനെതിരെ നമ്മളെല്ലാവരും ഒന്നിച്ചെന്ന് പ്രതികരിക്കണം. ഒരു മന്ത്രി ഇപ്പം നാളെ UDF അധികാരത്തിൽ പക്ഷേ ഒരു വകുപ്പിനെ നല്ല രീതിയിൽ നിയന്ത്രിക്കുക എന്നുള്ളത് ആ മന്ത്രിയുടെ ചുമതലയല്ലേ? ആ ചുമതലയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വീണ ജോർജിന് മുൻ മന്ത്രിയായിട്ട് അത്രയും ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ല, അത് നമ്മുടെ തോന്നല. എന്താണെന്നറിയോ, കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മുടെ തോന്നല. അത് എന്നെപ്പോലുള്ള കൂലിപ്പണിക്കാരുടെ വെറും തോന്നലുകളാണ്. പക്ഷേ ഇറങ്ങി നോക്കിയാൽ നല്ല രീതിയിൽ ശോഭിച്ചിട്ടുണ്ട്. പക്ഷേ ശൈല ടീച്ചറിൻ്റെ അത്രയായിട്ടില്ല, അത്രയാകാൻ അവരെ കൊണ്ട് കഴിയത്തുമില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, CPM-ൻ്റെ 2 പേരെ പിടിച്ചിട്ടു, ഇപ്പം പോയി കിടക്കുന്ന ആരാ? BJP-യുടെ ആൾക്കാരില്ലേ? UDF-ൻ്റെ ആൾക്കാരില്ലേ? അല്ല, അവരാരും നിലവിലകത്ത് പോയിട്ടില്ലല്ലോ. അല്ല, ഈ തിരുവേനി ആരാ? തന്ത്രി ആരാ? തന്ത്രിയുടെ ഒരു രാഷ്ട്രീയം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ചോദിക്കല്ലേ. യഥാർത്ഥ തിരുവേനി RSSകാരനാണ്. കോൺഗ്രസ്സുകാർ പിരിച്ച പൈസ എന്ത്? ഇത് ചോദിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ VD സതീശൻ ആകാശവിസ്മയം കാണിച്ചാൽ കേരളത്തിലെ ജനത വർക്കുമെന്നാണ് വിചാരിച്ചത്. ഇവിടുത്തെ ചുമ്മാ സമുദായക്കാർ DYFI എന്ന് പറഞ്ഞാൽ ചെറിയ സംഘടന, അവർ പൈസ പിരിച്ച് പൈസ ഇട്ട് കൊടുത്ത് വീടും വെച്ചു. യൂത്ത് കോൺഗ്രസ്സുകാർ പിരിച്ച പൈസ എവിടെ പോയി? അത് ചോദിക്കാനുള്ള ബാധ്യത എന്നെപ്പോലുള്ള ആൾക്കാർക്കുണ്ട്. ഞാനും കൊടുക്കാം. മണി ആയിരുന്ന കാരണം ജയന്തൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്. പിന്നെ ഈ ഭരണത്തിനുണ്ടായിരുന്ന വീഴ്ചകളെ വെച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് ഒരു സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള ഒരു ഇതിലായിട്ട് നിൽക്കുന്നത്. അതായത് മണിയുടെ ആ ഒരു ഗ്രേസ് എന്തായാലും കാണില്ല, അത് ഉറപ്പാണ്. 100% ഉറപ്പായിട്ടുള്ളൊരു തുടർ ഭരണം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതിന് കോൺഗ്രസ് ക്ലിയറായിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വരും. അതായത് അവരുടെ ഉള്ളിലുള്ള ഉൾപ്പോരുകൾ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോൺഗ്രസ് തിരിച്ചു വരും.